വെൽക്കം ബാക്ക് ടു ദി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബിൽഡിംഗ് ഡ്രോയിങ്സ് എന്ന മൊഡ്യൂളിലെ ബിൽഡിംഗ് ബൈലോസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിലെ ബിൽഡിംഗ് ബൈലോസുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടെക്നിക്കൽ ടേംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വരുന്നത് സൈറ്റ് പ്ലാൻ. സൈറ്റ് പ്ലാൻ വരയ്ക്കുന്നത് 1:400 എന്ന സ്കെയിലിൽ കുറയാത്ത രീതിയിലാണ്. സൈറ്റ് പ്ലാൻ ഫുൾ ഡയമെൻഷൻ ചെയ്തിരിക്കണം. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ആ പ്ലോട്ടിൻ്റെ ബൗണ്ടറീസ് കാണിക്കണം. നെക്സ്റ്റ് വരുന്നത് അടുത്തുള്ള സ്ട്രീറ്റ് അതുപോലെ മെയിൻ ആക്സിൽ നിന്നെല്ലാം ഈ സൈറ്റിൻ്റെ പൊസിഷൻ. നെക്സ്റ്റ് ദ നെയിം ഓഫ് സച്ച് സ്ട്രീറ്റ്, ആ സൈറ്റിൻ്റെ തൊട്ടടുത്ത് വരുന്ന സ്ട്രീറ്റിൻ്റെ പേര്. നെക്സ്റ്റ് ഓൾ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ സ്റ്റാൻഡിങ് ഓൺ ഓവർ ഓർ അണ്ടർ ദി പ്ലോട്ട്, ആ പ്ലോട്ടിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ നിലകൊള്ളുന്ന എല്ലാ സ്ട്രക്ചറും. നെക്സ്റ്റ് ഓൾ എക്സിസ്റ്റിംഗ് സ്ട്രീറ്റ്സ് ഓർ ഫുട് പാത്ത്സ് വിത്തിൻ ദി പ്ലോട്ട്, പ്ലോട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫുട് പാത്ത്, സ്ട്രീറ്റ്. നെക്സ്റ്റ് ആ പ്ലോട്ടിൽ വരുന്ന ഫുട് പാത്ത് സ്ട്രീറ്റിൻ്റെ എല്ലാം ലേഔട്ട്, അതുപോലെ അതിന് അഡ്ജോയിനിങ് ആയിട്ട് വരുന്ന ഫുട് പാത്ത് സ്ട്രീറ്റിൻ്റെ അല്ലെങ്കിൽ ആ സൈറ്റിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രീറ്റ് ഓർ ഫുട് പാത്തിൻ്റെ എല്ലാം ലേഔട്ട്. എക്സിസ്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടി പ്രപ്പോസ് ചെയ്തതാവാം, അല്ലെങ്കിൽ പുതിയ അലൈൻമെൻറ്റ് കൊടുത്തിട്ടുള്ളതാവാം. നെക്സ്റ്റ് പ്ലോട്ടിൻ്റെ സബ് ഡിവിഷൻസ്. നെക്സ്റ്റ് ദ ആക്സസ് ടു ഈച്ച് പ്ലോട്ട് സബ് ഡിവിഷൻസ്, ആ സബ് ഡിവിഷനിലേക്ക് വരുന്ന ആക്സസ് വഴി കാണിക്കണം. നെക്സ്റ്റ് ദ ലേഔട്ട് ഓഫ് എനി സർവീസ് റോഡ് ഓർ ഫുട് പാത്ത് ആൻഡ് പബ്ലിക് പാർക്കിംഗ് സ്പേസ് പ്രപ്പോസ്ഡ് ഓർ എക്സിസ്റ്റിംഗ്. ഫുട് പാത്ത്, സർവീസ് റോഡിൻ്റെ എല്ലാം ലേഔട്ട്, പ്രപ്പോസ് ചെയ്ത അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പബ്ലിക് പാർക്കിംഗ് സ്പേസ്. ആ പ്ലോട്ടിൽ വരുന്ന ലാൻഡിൻ്റെ ലൊക്കേഷൻ, ഏരിയ. നെക്സ്റ്റ് ആ സൈറ്റിൻ്റെ നോർത്ത് ഡയറക്ഷൻ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് സൈറ്റ് പ്ലാനിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ബിൽഡിംഗ് പ്ലാൻ. ദ പ്ലാൻ എലിവേഷൻ ആൻഡ് സെക്ഷൻസ് ഓഫ് ബിൽഡിംഗ്സ് accompanying the application shall be accurately drawn to a scale of not less than 1:100. ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ, എലിവേഷൻ, സെക്ഷൻ, ആ ഡീറ്റെയിൽസ് ആണ് ബിൽഡിംഗ് പ്ലാനിൽ വരുന്നത്. 1:100 കുറയാത്ത രീതിയിലാണ് ബിൽഡിംഗ് പ്ലാൻ വരയ്ക്കുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഫ്ലോറിൻ്റെയും ഫ്ലോർ പ്ലാൻ വിത്ത് കവേർഡ് ഏരിയ, ആക്സസറി ബിൽഡിംഗ്സ് ആൻഡ് ബേസ്മെൻറ്റ് ഫ്ലോർ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ക്ലിയർലി സൈസ് ഓഫ് റൂംസ്, പൊസിഷൻ ഓഫ് സ്റ്റെയർ കേസസ്, റാംസ് ആൻഡ് ലിഫ്റ്റ് വെൽ. ഫ്ലോർ പ്ലാനിൽ റൂമിൻ്റെ സൈസ് ക്ലിയർ ആയിരിക്കണം, ലിഫ്റ്റ് വെൽ, റാമ്പ്, സ്റ്റെയർ കേസിൻ്റെ പൊസിഷൻ ഉണ്ടായിരിക്കണം. ആ ബിൽഡിങ്ങിൻ്റെ എല്ലാ പാർട്ടിൻ്റെയും ഒക്യുപ്പൻസി യൂസ് കാണിക്കണം. വാട്ടർ ക്ലോസറ്റ്, സിങ്ക്, ബാത്ത് ഇതുപോലത്തെ സർവീസസിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ കാണിക്കണം. അതുപോലെ സെക്ഷണൽ ഡ്രോയിങ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അതിൽ വേർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ഫൂട്ടിങ്സ്, ബേസ്മെൻറ്റിൻ്റെ തിക്നെസ്, വാൾ കൺസ്ട്രക്ഷൻ, സൈസ് ആൻഡ് ഫ്രെയിമിംഗ് മെമ്പേഴ്സിൻ്റെ സ്പേസിങ്, ഇത്രയും കാര്യങ്ങൾ കാണിക്കണം. നെക്സ്റ്റ് സ്ട്രീറ്റ് എലിവേഷൻസ് കാണിക്കണം. അതുപോലെ ഡ്രെയിനേജ്, റൂഫിൻ്റെ സ്ലോപ്പെല്ലാം കാണിക്കുന്ന രീതിയിൽ ടെറസ് പ്ലാൻ കാണിക്കണം. ആ ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിൽഡിംഗ് പ്ലാനിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് സർവീസ് പ്ലാൻ. സർവീസ് പ്ലാൻ ഷാൾ ബി ഡ്രോൺ ടു ദി സെയിം സ്കെയിൽ ആസ് ദി ബിൽഡിംഗ് പ്ലാൻ. ബിൽഡിംഗ് പ്ലാനിൻ്റെ സെയിം സ്കെയിലാണ് സർവീസ് പ്ലാൻ വരയ്ക്കുന്നത്. ഇറ്റ് ഷാൾ ഇൻക്ലൂഡ് പ്ലാൻസ് ആൻഡ് സെക്ഷൻസ് ഓഫ് പ്രൈവറ്റ് വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ഡിസ്പോസൽ സിസ്റ്റം. പ്രൈവറ്റ് വാട്ടർ സപ്ലൈ അതുപോലെ സീവേജ് ഡിസ്പോസൽ സിസ്റ്റം, ഇതിൻ്റെ എല്ലാം പ്ലാനും സെക്ഷൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഡിസ്റ്റൻസ് ഫ്രം പവർ സപ്ലൈ മെയിൻസ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് പവർ സപ്ലൈ മെയിൻസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ആക്സസിബിൾ പാർട്ട് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് ദി ഇലക്ട്രിക് സപ്ലൈ മെയിൻസ് ഷുഡ് ബി ബിറ്റ്വീൻ 1.2 meter to 2 meter horizontally and 2.5 meter to 3.7 meter vertically ഡിപ്പെൻഡിങ് അപ്പോൺ ദി വോൾട്ടേജ് ഓഫ് പവർ സപ്ലൈ ലൈൻസ്. ഒരു ബിൽഡിങ്ങിൻ്റെ ആക്സസിബിൾ ആയിട്ടുള്ള പാർട്ടും, അതായത് ഓപ്പൺ ആയിട്ടുള്ള പാർട്ടും ഇലക്ട്രിക് സപ്ലൈ മെയിൻസും തമ്മിൽ ഹൊറിസോണ്ടലി 1.2 meter മുതൽ 2 meter വരെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ വേർട്ടിക്കലി 2.5 meter to 3.7 meter ഉണ്ടായിരിക്കണം. ഈ ഡിസ്റ്റൻസ് പവർ സപ്ലൈ ലൈൻസിൻ്റെ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. This is necessary to avoid mishaps like electro-cutting of children playing in the balcony adjacent to the electric supply mains, housewife or servants drying wet clothes on the open terraces, loss of property and lives due to fall of supply mains of building, etc. അപ്പോൾ ഇതുപോലെ പവർ സപ്ലൈ മെയിൻസിൽ നിന്നും ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള മിഷപ്സ്, അതായത് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബാൽക്കണിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ ബാൽക്കണിയും ഇലക്ട്രിക് സപ്ലൈ മെയിൻസും വളരെ അടുത്താണ് കൊടുത്തതെങ്കിൽ അവിടെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതുപോലെ ഓപ്പൺ ടെറസിൽ വസ്ത്രങ്ങൾ ഉണക്കുന്ന കേസ്, ഇതും ആ ടെറസും പവർ സപ്ലൈ മെയിൻസും തമ്മിൽ പ്രോപ്പറായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഈ പവർ സപ്ലൈ മെയിൻസ് ബിൽഡിങ്സിൽ വീഴുന്ന കേസിലെല്ലാം അവിടെ പ്രോപ്പർട്ടി അതുപോലെ ആളുകൾക്കെല്ലാം അപകടങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട് ഇലക്ട്രിക് സപ്ലൈ മെയിൻസിൽ നിന്നും കീപ്പ് ചെയ്യേണ്ട മിനിമം ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ചിത്രത്തിൽ ഏറ്റവും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്നും ഈ പവർ സപ്ലൈ മെയിൻസിലേക്ക് മിനിമം 1.2 മീറ്റർ ഡിസ്റ്റൻസ് വേണം. അതുപോലെ പ്രൊജക്റ്റ് ചെയ്ത ഭാഗത്തു നിന്നും വേർട്ടിക്കൽ ഡിസ്റ്റൻസ് 2.5 മീറ്റർ മിനിമം വേണം. ഇനി ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ പറയുന്നത് ഇവിടെ ഇലക്ട്രിക് ലൈൻസിൻ്റെ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ആ വോൾട്ടേജിനനുസരിച്ച് കീപ്പ് ചെയ്യേണ്ട വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്കത് നോക്കാം. ലോ മീഡിയം വോൾട്ടേജ് ലൈൻസ് ആണ് വരുന്നതെങ്കിൽ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് 2.5 മീറ്റർ മിനിമം വേണം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 1.2 മീറ്റർ മിനിമം വേണം. നെക്സ്റ്റ് ഹൈ വോൾട്ടേജ് ലൈൻസ്. ഹൈ വോൾട്ടേജ് ലൈൻസിലെ 3 കേസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ അപ് ടു 11,000 വോൾട്ട്, 11 കിലോ വോൾട്ട്, 11,000 വോൾട്ട് വരെയാണെങ്കിൽ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് മിനിമം 3.7 മീറ്റർ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മിനിമം 1.2 മീറ്റർ. 11,000 to 33,000 വോൾട്ട്, ദാറ്റ് ഈസ് 11 കിലോ വോൾട്ട് to 33 കിലോ വോൾട്ട്. വേർട്ടിക്കൽ ഡിസ്റ്റൻസ് 3.7 മീറ്റർ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 2 മീറ്റർ. above 33,000 വോൾട്ട്, ദാറ്റ് ഈസ് 33 kilovolt. Vertical distance 0.3 meter for every additional 33,000 volt. 33,000 വോൾട്ടിന് മുകളിൽ വരുന്ന കേസിൽ ഓരോ 33,000 വോൾട്ട് അഡീഷണൽ വരുന്നതിനനുസരിച്ചിട്ട് 0.3 മീറ്റർ ഡിസ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഹൊറിസോണ്ടലിൽ വരുന്നത് സെയിം 0.3 മീറ്റർ ഫോർ എവറി അഡീഷണൽ 33,000 വോൾട്ട്. ദെൻ ഇവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഫോർ വോൾട്ടേജ് ലൈൻസ് ബിയോണ്ട് 33 kV ആഡ് 0.3 മീറ്റർ ടു ദി അബോവ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫോർ എവറി അഡീഷണൽ 33 കിലോ വോൾട്ട് ആൻഡ് പാർട്ട് ദെയർ ഓഫ്. 33 kVയേക്കാൾ കൂടുതൽ വോൾട്ടേജ് വരികയാണെങ്കിൽ ആ ഓരോ 33 kVക്ക് അനുസരിച്ച് 0.3 മീറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൻ്റെയും വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ദ നെക്സ്റ്റ് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻട്രൽ ലൈൻ ഓഫ് എ സ്ട്രീറ്റ് ആൻഡ് ബിൽഡിംഗ്. ഒരു സ്ട്രീറ്റിൻ്റെ അല്ലെങ്കിൽ റോഡിൻ്റെ സെൻട്രൽ ലൈനും ബിൽഡിങ്ങും തമ്മിൽ വരുന്ന മിനിമം ഡിസ്റ്റൻസ്. ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻട്രൽ ലൈൻ ഓഫ് സ്ട്രീറ്റ് ആൻഡ് ബിൽഡിംഗ് അതർ ദാൻ കോമ്പൗണ്ട് വാൾ ഓർ ഫെൻസ് ഓർ ഔട്ട്ഡോർ ഡിസ്പ്ലേ സ്ട്രക്ചർ ഷോൾ ബി 5 മീറ്റർ ആൻഡ് ദാറ്റ് ബിറ്റ്വീൻ പ്ലോട്ട് ബൗണ്ടറി അബട്ടിംഗ് ദ സ്ട്രീറ്റ് ആൻഡ് ബിൽഡിംഗ് ഷോൾ ബി 3 മീറ്റർ. സ്ട്രീറ്റിൻ്റെ സെൻട്രൽ ലൈനും ബിൽഡിങ്ങും തമ്മിൽ വരുന്ന മിനിമം ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ്. അതുപോലെ സ്ട്രീറ്റുമായി അബട്ട് ചെയ്യുന്ന പ്ലോട്ട് ബൗണ്ടറിയും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം 3 മീറ്റർ ആണ് വരുന്നത്. ഇതുപോലെ പ്ലോട്ട് ബൗണ്ടറി സ്ട്രീറ്റുമായി അബട്ട് ചെയ്യുന്ന, അതായത് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ പോലെയുള്ള പബ്ലിക് റോഡ്സുമായിട്ട് അബട്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ ഈ മിനിമം 3 മീറ്ററിനുള്ളിൽ കോമ്പൗണ്ട് വാളല്ലാത്ത വേറൊരു കൺസ്ട്രക്ഷൻസും അലോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഏരിയ ആൻഡ് ഹൈറ്റ് ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻസ് ഓഫ് ഏരിയ ആൻഡ് ഹൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഓക്യുപ്പൻസി ക്ലാസ്സസ് ആർ അച്ചീവ്ഡ് ബൈ സ്പെസിഫൈങ് ദി ഫ്ലോർ ഏരിയ റേഷ്യോ. ഏരിയയുടെയും ഹൈറ്റിൻ്റെയും ലിമിറ്റേഷൻസ് ഓരോ ഓക്യുപ്പൻസി ക്ലാസിൻ്റെയും വരുന്നത് FAR, അതായത് ഫ്ലോർ ഏരിയ റേഷ്യോ അനുസരിച്ചിട്ടാണ്. നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഓരോ ബിൽഡിങ്ങിൻ്റെയും ഹൈറ്റ് എങ്ങനെ മെഷർ ചെയ്യാമെന്നതാണ്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് സ്റ്റോറീഡ് ബിൽഡിംഗ്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ ഈ താഴത്തെ ഗ്രൗണ്ട് മുതൽ ഏറ്റവും ടോപ്പിൽ വരുന്ന റൂഫ് വരെയുള്ള ഭാഗമാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. then ഇതുപോലെ സ്ലോപ്പ്ഡ് റൂഫ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റ് മുതൽ ഗ്രൗണ്ട് ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. then ഇതുപോലെ ഗാബിൾ എൻഡ് വരുന്ന സ്ലോപ്പ്ഡ് റൂഫ് ബിൽഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഈ റിഡ്ജിൻ്റെ ടോപ്പ് മുതൽ ഗ്രൗണ്ട് വരെയാണ് ഡിസ്റ്റൻസ് ഹൈറ്റ് ആയിട്ട് പറയുന്നത്. then നെക്സ്റ്റ് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ ഓരോ ബിൽഡിങ്ങിൻ്റെയും ടൈപ്പ് തന്നിട്ടുണ്ട്. ആ ടൈപ്പിനനുസരിച്ച് വരുന്ന മാക്സിമം പെർമിസിബിൾ കവറേജ് പെർസെൻറ്റേജ് ഓഫ് പ്ലോട്ട് ഏരിയ, മാക്സിമം പെർമിസിബിൾ FAR, ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ FAR 1.5 ആണ്. അതുപോലെ മാക്സിമം പെർമിസിബിൾ കവറേജ് പെർസെൻറ്റേജ് ഓഫ് പ്ലോട്ട് ഏരിയ 50. അതുപോലെ സ്പെഷ്യൽ റെസിഡൻഷ്യൽ, എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അസംബ്ലി, ഗവൺമെൻറ്, സെമി പബ്ലിക് ബിസിനസ്, മെർച്ചൻ്റൈൽ, ഇൻഡസ്ട്രിയൽ, സ്റ്റോറേജ്, ഹസാർഡസ്, എല്ലാ ടൈപ്പ് ബിൽഡിങ്ങിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ആക്സസ്. ദ ക്ലിയർ വിഡ്ത്ത് ഓഫ് ആക്സസ് ടു എ ബിൽഡിംഗ് ഫ്രം ദി സ്ട്രീറ്റ് ഷോൾ ബി ദ ഫോളോവിങ്. ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡിൽ നിന്ന് ആ ഒരു ബിൽഡിങ്ങിലേക്ക് വരുന്ന വഴി, ആക്സസ്, അതിൻ്റെ ക്ലിയർ വിഡ്ത്താണ് താഴെ ഈ ടേബിൾ തന്നിട്ടുള്ളത്. സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ കേസിൽ ഇൻഡിവിജ്വൽ ഒക്യുപ്പൻസി ആണെങ്കിൽ 1.2 മീറ്റർ, മൾട്ടിപ്പിൾ ഒക്യുപ്പൻസി 3.6 മീറ്റർ. 2 സ്റ്റോറി ബിൽഡിംഗ് ഇൻഡിവിജ്വൽ ഒക്യുപ്പൻസി 2 മീറ്റർ, മൾട്ടിപ്പിൾ ഒക്യുപ്പൻസി 5 മീറ്റർ. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഷോൾ നോട്ട് എക്സീഡ് 1.5 ടൈംസ് വിഡ്ത്ത് ഓഫ് ദി സ്ട്രീറ്റ് അബട്ടിംഗ് ദി പ്ലോട്ട്
പ്ലസ് 1.5 ടൈംസ് ദി വിഡ്ത്ത് ഓഫ് ദി യാർഡ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു സ്ട്രീറ്റിൻ്റെ വിഡ്ത്ത് 6 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അതുപോലെ യാർഡ് വിഡ്ത്ത് 4 മീറ്റർ. ദെൻ സ്ട്രീറ്റ് വിഡ്ത്ത് ഇൻറ്റു 1.5 പ്ലസ് യാർഡ് വിഡ്ത്ത് ഇൻറ്റു 1.5, അതായത് 1.5 ഇൻറ്റു 6 പ്ലസ് 1.5 ഇൻറ്റു 4 ദാറ്റ്സ് ഈക്വൽ ടു 15 മീറ്റർ. കിട്ടിയ വാല്യൂവിനേക്കാൾ കൂടാൻ പാടില്ല അവിടെ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. സോ സ്ട്രീറ്റ് വിഡ്ത്തും യാർഡ് വിഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് ബിൽഡിങ്ങിൽ വരുന്ന അതിൻ്റെ ഒന്നും കൂടി സബ് ഡിവിഷൻസ് ആണ് വരുന്നത്. ഗ്രൂപ്പ് A1 റെസിഡൻഷ്യൽ, നോർമൽ റെസിഡൻഷ്യൽ പർപ്പസ്. ഗ്രൂപ്പ് A2 സ്പെഷ്യൽ റെസിഡൻഷ്യൽ, ലോഡ്ജിംഗ് ഓർ റൂമിംഗ്, ഹോട്ടൽസ് എക്സീഡിംഗ് 150 സ്ക്വയർ മീറ്റർ ഫ്ലോർ ഏരിയ. ഗ്രൂപ്പ് B എഡ്യൂക്കേഷണൽ. ഗ്രൂപ്പ് C മെഡിക്കൽ ഓർ ഹോസ്പിറ്റൽ. ഗ്രൂപ്പ് D അസംബ്ലി. ഗ്രൂപ്പ് E ഓഫീസ് ഓർ ബിസിനസ്, ഗവൺമെൻറ്റൽ ഓർ സെമി പബ്ലിക് ബിസിനസ്. ഗ്രൂപ്പ് F മെർച്ചൻറ്റൈൽ. ഗ്രൂപ്പ് G1 ഇൻഡസ്ട്രിയൽ. ഗ്രൂപ്പ് G2 സ്മോൾ ഇൻഡസ്ട്രിയൽ. ഗ്രൂപ്പ് H സ്റ്റോറേജ്. ഗ്രൂപ്പ് I ഹസാർഡസ്. ദെൻ ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബിൽഡിംഗ്. ഫസ്റ്റ് വൺ ഫൗണ്ടേഷൻ. മിനിമം ഡെപ്ത് ഓഫ് 60 സെൻറ്റിമീറ്റർ. ഫൗണ്ടേഷൻ്റെ മിനിമം ഡെപ്ത് 60 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ദെൻ പ്ലിന്ത്. എവറി പ്ലിന്ത് ഷോൾ ഹാവ് എ മിനിമം ഹൈറ്റ് ഓഫ് 30 സെൻറ്റിമീറ്റർ എബോവ് ദി ലെവൽ ഓഫ് അബട്ടിംഗ് സ്ട്രീറ്റ്, 45 സെൻറ്റിമീറ്റർ എബോവ് ദി സറൗണ്ടിംഗ് ഗ്രൗണ്ട്. അബട്ടിംഗ് സ്ട്രീറ്റ് ലെവലിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ, അതുപോലെ സറൗണ്ടിംഗ് ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ 45 സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഹാബിറ്റബിൾ റൂം. ദ കാർപ്പറ്റ് ഏരിയ ഓഫ് ഹാബിറ്റബിൾ റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ 9.5 സ്ക്വയർ മീറ്റർ ആൻഡ് എ വിഡ്ത്ത് നോട്ട് ലെസ് ദാൻ 2.4 മീറ്റർ. ഹാബിറ്റബിൾ റൂമിൻ്റെ കാർപ്പറ്റ് ഏരിയ 9.5 സ്ക്വയർ മീറ്ററിൽ കുറയാൻ പാടില്ല. അതുപോലെ വിഡ്ത്ത് 2.4 മീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. ദ ആവറേജ് ഹൈറ്റ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ 2.75 മീറ്റർ ഫ്രം ദി സർഫസ് ഓഫ് ഫ്ലോർ ടു ദി ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദി സീലിംഗ് ഓർ ഫോൾ സീലിംഗ്. ഫ്ലോർ സർഫസിൽ നിന്ന് സീലിംഗിൻ്റെ ലോവസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫോൾ സീലിംഗ് വരെയുള്ള ആവറേജ് ഹൈറ്റ് 2.75 മീറ്ററിൽ കുറയാൻ പാടില്ല. നെക്സ്റ്റ് കിച്ചൺ. ദ കാർപ്പറ്റ് ഏരിയ ഓഫ് എ കിച്ചൺ ഓർ എനി അതർ റൂം used as kitchen shall not be less than 5 square meter and its width shall not be less than 1.8 meter. കിച്ചണിൻ്റെ കേസിൽ കാർപ്പറ്റ് ഏരിയ മിനിമം 5 സ്ക്വയർ മീറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ വിഡ്ത്ത് 1.8 മീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. ദ ആവറേജ് ഹൈറ്റ് ഓഫ് കിച്ചൺ മെഷേർഡ് ഫ്രം ഫ്ലോർ ടു ദി സീലിംഗ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 2.75 മീറ്റർ. അതുപോലെ ഫ്ലോർ മുതൽ സീലിംഗ് വരെ വരുന്ന ആവറേജ് ഹൈറ്റ് മിനിമം 2.75 മീറ്റർ ഉണ്ടാവണം. ഇഫ് ദർ ഈസ് എ സെപ്പറേറ്റ് സ്റ്റോർ ഏരിയ ഓഫ് കിച്ചൺ റെഡ്യൂസ്ഡ് ടു 4.5 മീറ്റർ സ്ക്വയർ. ദെൻ കിച്ചണിൽ സെപ്പറേറ്റ് സ്റ്റോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കിച്ചണിൻ്റെ ഏരിയ 4.5 മീറ്റർ സ്ക്വയർ മിനിമം മതി. നെക്സ്റ്റ് ബാത്റൂം ആൻഡ് ലാട്രിൻസ്. ദ ഏരിയ ഓഫ് എ ബാത്റൂം ഷോൾ നോട്ട് ബി ലെസ് ദാൻ 1.8 സ്ക്വയർ മീറ്റർ വിത്ത് എയ്തർ സൈഡ് നോട്ട് ലെസ് ദാൻ 1.2 മീറ്റർ. ബാത്റൂമിൻ്റെ ഏരിയ 1.8 സ്ക്വയർ മീറ്ററിൽ കുറയരുത്. അതിൻ്റെ സൈഡ് 1.2 മീറ്ററിൽ കുറയാനും പാടില്ല. The carpet area of latrine shall not be less than 1.1 square meter with one side not less than 0.9 meter, provided that the area of combined bathroom latrine shall not be less than 2.8 square meter with one side not less than 1.2 meter. Latrine അതായത് ശൗചാലയം അതിൻ്റെ കാർപ്പറ്റ് ഏരിയ 1.1 സ്ക്വയർ മീറ്ററിൽ കുറയരുത്. അതിൻ്റെ ഒരു സൈഡ് 0.9 മീറ്റർ ഉണ്ടായിരിക്കണം. ദെൻ ബാത്റൂമും ലാട്രിനും കൂടി കമ്പൈൻഡ് ആയി കൊടുക്കുകയാണെങ്കിൽ ഏരിയ 2.8 സ്ക്വയർ മീറ്റർ മിനിമം. ദെൻ ഒരു സൈഡ് 1.2 മീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. ഹൈറ്റ് ഓഫ് ബാത്റൂം ആൻഡ് ലാട്രിൻ മെഷേർഡ് ഫ്രം ഫ്ലോർ ടു ദി സീലിംഗ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ 2.1 മീറ്റർ. ബാത്റൂം ലാട്രിൻ്റെ ഹൈറ്റ് ഫ്ലോർ ടു സീലിംഗ് 2.1 മീറ്ററിൽ കുറയരുത്. നെക്സ്റ്റ് മെസനൈൻ ഫ്ലോർ. മെസനൈൻ ഫ്ലോർ എന്താണെന്ന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. ദ ഫ്ലോർ ഏരിയ ഓഫ് മെസനൈൻ ഫ്ലോർ ഷോൾ നോട്ട് എക്സീഡ് ഏരിയ ഓഫ് ദി മെയിൻ ഫ്ലോർ ഓർ റൂം അക്കോമഡേറ്റിംഗ് ദി മെസനൈൻ ഫ്ലോർ. അപ്പോൾ ഇവിടെ ഈ ഒരു മെസനൈൻ ഫ്ലോർ കൊടുത്തിട്ടുള്ള ഈ ഒരു റൂമിൻ്റെ ഏരിയയേക്കാളും മെസനൈൻ ഫ്ലോർ ഏരിയ കൂടാൻ പാടില്ല. ദ ഹെഡ് റൂം മെഷേർഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി ഫ്ലോർ ടു എനി പോയിന്റ് അണ്ടർ സൈഡ് ഓഫ് ദി മെസനൈൻ ഫ്ലോർ ഷോൾ നോട്ട് ബി ലെസ് ദാൻ 2.2 മീറ്റർ. അതുപോലെ ഇതിൻ്റെ ഹെഡ് റൂം അതായത് ഈ ഫ്ലോർ മുതൽ ഈ മെസനൈൻ ഫ്ലോറിൻ്റെ താഴെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തുകാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.2 മീറ്ററിൽ കുറയാൻ പാടില്ല. നെക്സ്റ്റ് റൂഫ്. ദ റൈസ് ഓഫ് മാംഗ്ലൂർ ടൈൽ റൂഫ് ഷോൾ നൈദർ ബി മോർ ദാൻ ഹാഫ് ദി സ്പാൻ നോർ ബി ലെസ് ദാൻ 1/3 ദ സ്പാൻ. ചിത്രത്തിൽ ഒരു റൂഫ് കാണിച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ആണ് റൈസ്. അതുപോലെ ഈ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് സ്പാൻ എന്ന് പറയാം. മാംഗ്ലൂർ ടൈൽ റൂഫ് ആണെങ്കിൽ അതിൻ്റെ റൈസ് ഈ സ്പാനിൻ്റെ ഹാഫിനേക്കാൾ കൂടുതൽ
കൂടാൻ പാടില്ല. സ്പാനിൻ്റെ 1/3 കുറയാനും പാടില്ല. കൊറുഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്, ആസ്ബസ്റ്റോസ് സിമന്റ് ഷീറ്റ് റൂഫ് ആണെങ്കിൽ റൈസ് സ്പാനിൻ്റെ 1/5 കുറയാൻ പാടില്ല. Then trussed roof. The rise of trussed roof shall not be less than either 1/5 of the span or 11 to 20 degree, whichever is greater. Trussed roofിൻ്റെ കേസിൽ സ്പാനിൻ്റെ 1/5 വാല്യൂ അതുപോലെ 11 to 20 ഡിഗ്രി ഇതിലേതാണോ കൂടുതൽ വരുന്നത് അതിനേക്കാൾ കുറയാത്ത രീതിയിലായിരിക്കണം റൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്ലോർസ്. എവറി കിച്ചൺ, ബാത്റൂം ഓർ ലാട്രിൻ ഷോൾ ബി പ്രൊവൈഡഡ് വിത്ത് ഇംപെർമിയബിൾ ഫ്ലോർ വിത്ത് എ സ്യൂട്ടബിൾ സ്ലോപ്പ് ടുവേർഡ്സ് ദി ഡ്രെയിൻ. കിച്ചൺ, ബാത്റൂം, ലാട്രിൻ അവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോർ ഇംപെർമിയബിൾ ആയിരിക്കണം, വെള്ളം താഴേക്ക് ഇറങ്ങി പോവാത്ത രീതിയിലായിരിക്കണം. വിത്ത് എ സ്യൂട്ടബിൾ സ്ലോപ്പ് ടുവേർഡ്സ് ദി ഡ്രെയിൻ. ദെൻ ആ ഡ്രെയിനിന്റെ ഭാഗത്തേക്ക് ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റെയർ കേസ്. ഇൻ എനി ബിൽഡിംഗ് എക്സീഡിംഗ് 4 stories, every floor area above and below plinth shall have at least 2 staircases, one of which may be external stairway. 4 സ്റ്റോറിനേക്കാൾ കൂടുതൽ വരുന്ന ബിൽഡിങ്ങിന്റെ കേസിൽ ബേസ്മെന്റ് ഫ്ലോർ ഉള്ള കേസ് ആണെങ്കിലും പ്ലിന്തിന്റെ മുകളിലേക്കും അതുപോലെ പ്ലിന്തിന്റെ താഴേക്കും അറ്റ്ലീസ്റ്റ് 2 സ്റ്റെയർ കേസ് ഉണ്ടായിരിക്കണം. അതിൽ ഒന്ന് എക്സ്റ്റേണൽ സ്റ്റെയർവേ ആയിരിക്കണം. ഇനി ഈ പറയുന്ന പോയിന്റ്സിൽ വരുന്നത് സ്റ്റെയർ കേസിൽ അല്ലെങ്കിൽ സ്റ്റെയറിൽ പ്രൊവൈഡ് ചെയ്യുന്ന റൈസ് ത്രെഡ് പോലെയുള്ളതിന്റെ വാല്യൂസ് ആണ് പറയുന്നത്. ദ മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയർ ഷോൾ നോട്ട് ബി less than 0.75 meter for single family residential occupancy and 1.2 meter for buildings of other occupancies. Single family residential occupancyയിൽ സ്റ്റെയറിന്റെ മിനിമം വിഡ്ത്ത് 0.75 മീറ്റർ, അതർ ഒക്യുപ്പൻസിയുടെ കേസിൽ 1.2 മീറ്റർ ആണ് മിനിമം വരുന്നത്. NBC അനുസരിച്ച് ഡ്വെല്ലിങ്സിൽ 1 മീറ്റർ ആണ് മിനിമം വിഡ്ത്ത് വരുന്നത്, റോ ഹൗസിൽ 0.75 മീറ്റർ. നെക്സ്റ്റ് വിഡ്ത്ത് ഓഫ് ത്രെഡ് വിത്തൗട്ട് നോസിംഗ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 25 സെന്റിമീറ്റർ ഫോർ ഇന്റേണൽ സ്റ്റെയർ in the case of residential buildings and 30 centimeter in the case of other buildings. നോസിംഗ് കൂടാതെ ത്രെഡിന്റെ വിഡ്ത്ത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിന്റെ കേസിൽ ഇന്റേണൽ സ്റ്റെയറിന് 25 സെന്റിമീറ്റർ ആണ് മിനിമം വരുന്നത്, അതർ ബിൽഡിംഗ്സിന്റെ കേസിൽ 30 സെന്റിമീറ്റർ. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് റൈസർ ഷോൾ നോട്ട് എക്സീഡ് 19 സെന്റിമീറ്റർ ഇൻ കേസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ആൻഡ് 15 സെന്റിമീറ്റർ ഇൻ കേസ് ഓഫ് അതർ ബിൽഡിംഗ്സ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ്സിന്റെ കേസിൽ റൈസറിന്റെ ഹൈറ്റ് 19 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല, അതർ ബിൽഡിംഗ്സിന്റെ കേസിൽ മാക്സിമം 15 സെന്റിമീറ്റർ ആണ് വരുന്നത്. ദെൻ ഹൈറ്റ് ഓഫ് ഹാൻഡ് റെയിൽ ഷോൾ നോട്ട് ബി ലെസ് ദാൻ 80 സെന്റിമീറ്റർ. ഹാൻഡ് റെയിലിന്റെ ഹൈറ്റ് 80 സെന്റിമീറ്ററിൽ കുറയാൻ പാടില്ല. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ഒക്യുപ്പൻസീസ്. Open space. All building with built-up area exceeding 75 square meter or the power used exceeds 30 HP and or the number of workers exceed 20 shall have open space not less than those prescribed below. Industrial buildingsലെ 75 സ്ക്വയർ മീറ്ററിൽ കൂടുതൽ ബിൽറ്റപ്പ് ഏരിയ വരുന്ന കേസ്, അല്ലെങ്കിൽ 30 HP നേക്കാൾ കൂടുതൽ പവർ യൂസ് ചെയ്യുന്ന കേസ്, അല്ലെങ്കിൽ 20 വർക്കേഴ്സിനേക്കാൾ കൂടുതൽ നമ്പർ വരുന്ന കേസ്, ഈ കേസിലെല്ലാം ഓപ്പൺ സ്പേസ് താഴെ പറയുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് യാർഡ് 7.5 മീറ്റർ, സൈഡ് യാർഡ് ഓൺ ഐദർ സൈഡ് 3 മീറ്റർ, റിയർ യാർഡ് 7.5 മീറ്റർ. നെക്സ്റ്റ് സൈസ് ഓഫ് വർക്ക് റൂം. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗിലെ വർക്ക് റൂമിന്റെ കാർപ്പറ്റ് ഏരിയ 3.4 സ്ക്വയർ മീറ്ററിൽ കുറയാൻ പാടില്ല. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് വർക്ക് റൂം. വർക്ക് റൂമിന്റെ മിനിമം ഹൈറ്റ് ഇൻഡസ്ട്രിയുടെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ദ ഹൈറ്റ് ഓഫ് എനി വർക്ക് റൂംസ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ 2.6 മീറ്റർ മെഷേർഡ് ഫ്രം ദി ഫ്ലോർ ലെവൽ ടു ദി ലോവസ്റ്റ് പോയിന്റ് ഇൻ ദി സീലിംഗ്. ഫ്ലോർ ലെവലിൽ നിന്ന് സീലിംഗിന്റെ ലോവസ്റ്റ് പോയിന്റ് വരെയുള്ള ഹൈറ്റ് 2.6നേക്കാൾ കുറയാൻ പാടില്ല വർക്ക് റൂമിന്റെ കേസിൽ. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് അതർ ആൻസിലറി റൂംസ്. ഇൻഡസ്ട്രി ബിൽഡിംഗ്സിൽ വരുന്ന മറ്റു അനുബന്ധ റൂമുകളുടെ ഹൈറ്റ് ഓഫ് ഓഫീസ്, ലബോറട്ടറി, എൻട്രൻസ് ഹാള്, ക്യാൻറ്റീൻ, ക്ലോക്ക് റൂം എക്സെട്ര ഷോൾ നോട്ട് ബി ലെസ് ദാൻ 3 മീറ്റർ. ഈ പറഞ്ഞ റൂമിന്റെ എല്ലാം ഹൈറ്റ് 3 മീറ്ററിൽ കുറയാൻ പാടില്ല. ഇൻ ദ കേസ് ഓഫ് സ്റ്റോർ റൂം ആൻഡ് ടോയ്ലറ്റ് ദ ഹൈറ്റ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ 2.4 മീറ്റർ. ടോയ്ലറ്റ്, സ്റ്റോർ റൂമിന്റെ കേസിൽ ഹൈറ്റ് 2.4 മീറ്ററിൽ കുറയാതിരിക്കണം. നെക്സ്റ്റ് ഡിസ്പോസൽ ഓഫ് ട്രേഡ് വേസ്റ്റസ് ആൻഡ് എഫ്ലുവൻസ്. ഈ ഫാക്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, എഫ്ലുവൻസ് എല്ലാം പ്രോപ്പറായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. ഫാക്ടറിയിലെ ഇന്റേണൽ ഡ്രെയിനേജ് സിസ്റ്റം പബ്ലിക് സെവറേജ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊല്യൂഷൻ ബോർഡ് അതുപോലെ വാട്ടർ ആൻഡ് ഡ്രെയിനേജ് അതോറിറ്റിയിൽ നിന്നെല്ലാം അപ്രൂവൽ ലഭിക്കണം. ഫുഡ് സ്റ്റഫിന്റെ സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് പർപ്പസിനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിംഗ്സ് ആണെങ്കിൽ അവിടെ റാറ്റ് പ്രൂഫിംഗ് നിർബന്ധമാണ്. ഇവിടെ ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫൗണ്ടേഷൻ ഗ്രൗണ്ട് ലെവലിന് താഴെ 60 സെന്റിമീറ്റർ അറ്റ്ലീസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഗ്രൗണ്ട് ലെവലിന് മുകളിൽ 15 സെന്റിമീറ്റർ അറ്റ്ലീസ്റ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വരുന്ന ഓപ്പണിങ്സ്, വിൻഡോസ്, ഡ്രെയിൻസ്, ഫൗണ്ടേഷൻ വാൾസിനിടയിൽ വരുന്ന ജംഗ്ഷൻസ് എല്ലാം ഇഫക്റ്റീവായി റാറ്റ് പ്രൂഫിംഗ് ചെയ്യണം. അതിനുവേണ്ടി റാറ്റ് പ്രൂഫ് സ്ക്രീനിങ് അല്ലെങ്കിൽ ഗ്രില്ലേജ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സാനിറ്റേഷൻ റിക്വയർമെന്റ്. ഇൻഡസ്ട്രി
ഇൻഡസ്ട്രിയിൽ വരുന്ന സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്. 1 വാട്ടർ ക്ലോസറ്റ് ഫോർ ദി ഫസ്റ്റ് 50 മെയിൽസ് ഓർ പാർട്ട് ദെയർ ഓഫ് ആൻഡ് 2 വാട്ടർ ക്ലോസറ്റ്സ് ഫോർ ദി ഫസ്റ്റ് 50 മെയിൽസ്. 50 മെയിൽസിന് 1 വാട്ടർ ക്ലോസറ്റ്, 50 ഫീമെയിൽസിന് 2 വാട്ടർ ക്ലോസറ്റ്. 1 യൂറിനൽ ഫോർ എവറി 100 മെയിൽസ്. 100 മെയിൽസിന് 1 യൂറിനൽ. ഡ്രിങ്കിങ് വാട്ടർ ഷാൾ ബി പ്രൊവൈഡഡ് അറ്റ് ദി റേറ്റ് ഓഫ് 1 ഫോർ എവറി 100 പേഴ്സൺസ് ഓർ പാർട്ട് ദെയർ ഓഫ്. 100 പേഴ്സൺസിന് ഒരു ഡ്രിങ്കിങ് വാട്ടർ ഫൗണ്ടെയിൻ, അതുപോലെ 50 പേഴ്സൺസിന് വേണ്ടി ഒരു വാഷിംഗ് ഫെസിലിറ്റീസ്. ഈ ഒരു റേറ്റിലാണ് സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹസാർഡസ് ഓക്യുപ്പൻസി. ഓപ്പൺ സ്പേസ്. ദർ ഷാൾ ബി മിനിമം ഓപ്പൺ സ്പേസ് ഓഫ് 10 മീറ്റർ ഓൾ അറൌണ്ട് ഫോർ ദി ഹസാർഡസ് ഓക്യുപ്പൻസി. ഹസാർഡസ് ബിൽഡിങ്സിന്റെ കേസിൽ എല്ലാ സൈഡിലും മിനിമം 10 മീറ്റർ ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. പെട്രോൾ ഫില്ലിംഗ് സ്റ്റേഷൻ. അതുപോലെ പെട്രോൾ ഫില്ലിംഗ് സ്റ്റേഷൻസിന്റെ ലൊക്കേഷൻ, അതിന്റെ ലേഔട്ട് എല്ലാം അതോറിറ്റി അപ്രൂവ് ചെയ്യണം. ട്രാഫിക് ടെർമിനൽ സ്റ്റേഷൻസ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ഇന്റർ സ്റ്റാൻഡ് ബസ് ടെർമിനൽസ്, റെയിൽവേ സ്റ്റേഷൻസ്, എയർപോർട്ട്സ്, ഇതിന്റെ എല്ലാം ലൊക്കേഷൻസ് ഇതേപോലെ ആ കൺസൾട്ടേഷൻ അതോറിറ്റി ഡിസൈഡ് ചെയ്യണം. ഹസാർഡസ് ബിൽഡിംഗ് ആയതുകൊണ്ടാണ് ഇത്തരം അപകട സാധ്യതയുള്ള സംഭവങ്ങളൊന്നും ചുറ്റും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. നെക്സ്റ്റ് സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്സ്. 2 non-service type latrine, 1 each for males and females and 1 non-service type urinal for males. മെയിൽസിന് 1 ലാട്രിൻ, അതുപോലെ ഫീമെയിൽസിന് 1 ലാട്രിൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ മെയിൽസിന് 1 യൂറിനൽ പ്രൊവൈഡ് ചെയ്യാം. ദെൻ വാഷ് ബേസിൻസ്. ഡൊമസ്റ്റിക് എയർപോർട്ട്സിൽ മെയിൽസിന് മിനിമം 2 എണ്ണം, ഫീമെയിൽസിനും മിനിമം 2 എണ്ണം. ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 200 പേഴ്സൺസിന് 10. ദ ഷവർ സ്റ്റോൾ വിത്ത് വാഷ് ബേസിൻ. 4 stall each in the females and males toilets in the transit or departure lounge. ട്രാൻസിറ്റ് ഓർ ഡിപ്പാർച്ചർ ലോഞ്ചിൽ ടോയ്ലറ്റ്സിൽ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും 4 എണ്ണം വീതം പ്രൊവൈഡ് ചെയ്യാം. 4 stall ഈച്ച് ഇൻ ദി ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ടോയ്ലറ്റ്സ് ഇൻ ദി മെയിൻ കൺകോഴ്സ്. മെയിൻ കൺകോഴ്സിൽ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും ടോയ്ലറ്റിൽ 4 എണ്ണം വീതം പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സ്. ദ ബേസ് ഓഫ് ദി ടവർ ഓർ പോൾസ് shall have minimum 3 meters distance from the plot boundary abutting the road, whether it is proposed on land or over a building, even if the building is having less than 3 meters distance. റോഡിൽ അബട്ട് ചെയ്യുന്ന പ്ലോട്ട് ബൗണ്ടറിയിൽ നിന്നും ഈ ടവറിൻ്റെ ബേസിലേക്ക് മിനിമം 3 മീറ്റർ ഡിസ്റ്റൻസ് വേണം. അത് ലാൻഡിലാണെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിലാണെങ്കിലും. അതിന് പ്ലോട്ടിൻ്റെ മറ്റു ബൗണ്ടറീസിൽ നിന്നും ടെലികമ്മ്യൂണിക്കേഷൻ ടവറിൻ്റെ ബേസിലേക്ക് അല്ലെങ്കിൽ പോൾ സ്ട്രക്ചറിൻ്റെ ബേസിലേക്ക് മിനിമം 1.2 മീറ്റർ ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് ആക്സസറി റൂംസ്. ഇവിടെ ക്യാബിൻ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്ത് നിർമ്മിക്കാം. ക്യാബിൻ്റെ ഏരിയ 15 സ്ക്വയർ മീറ്ററിൽ കൂടാൻ പാടില്ല. ഇൻസുലേറ്റഡ് സൗണ്ട് പ്രൂഫ് ക്യാബിൻ യൂസ് ചെയ്ത് കവർ ചെയ്ത ജനറേറ്റർ ആണെങ്കിൽ അവിടെ ആ ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് വാൾ. ഗ്രൗണ്ടിൽ ഇറക്റ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടവറിൻ്റെ കേസിൽ അതിൻ്റെ ബേസിൽ നിന്നും 1 മീറ്റർ ഡിസ്റ്റൻസിൽ പ്രൊട്ടക്റ്റീവ് വാൾ അല്ലെങ്കിൽ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ആ ഗ്രില്ലിൻ്റെ അല്ലെങ്കിൽ വാളിൻ്റെ ഹൈറ്റ് മിനിമം 1.2 മീറ്റർ ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് വാർണിംഗ് ലൈറ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്. ഈ ടെലികമ്മ്യൂണിക്കേഷൻ ടവറിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 70 മീറ്റർ ഹൈറ്റിൽ ഓരോ 40 മീറ്റർ ഡിസ്റ്റൻസിലും ഓരോ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഈ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ ഇൻ്റർനാഷണൽ ഓറഞ്ച് ആൻഡ് വൈറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓൾട്ടർനേറ്റീവായിട്ട് ടോപ്പിൽ ഇൻ്റർനാഷണൽ ഓറഞ്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.